യേശുവേ ഞങ്ങൾ ആരാധിക്കുകയാണ്. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയാണ്, 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 ആരാധിക്കുകയാണ്. വായി തുറന്ന അല്പമിനിറ്റുകൾ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ചെയ്യും. കരങ്ങളോട് ദൈവസന്നിധിയിൽ ചേർത്ത് വെക്കുക. Glory, 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 glory. മലയുടെ കയറ്റങ്ങളിപ്പോ ഇസ്ഹാക്ക് അബ്രഹാമിനോട് ചോദിച്ചു, അപ്പ കത്തിയുമുണ്ട് വിറകുമുണ്ട്, യാഗത്തിനുള്ള മൃഗമരുണ്ട്. പറഞ്ഞു, യഹോവ കരുതും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? സഹോദരങ്ങളെ, നമുക്ക് എന്ത് ധൈര്യമായിട്ട് പറയാം, നന്മയല്ലാതെ ദൈവം ഒരു ദോഷവും ചെയ്യില്ല. അറിയാമോ? ഞാൻ പറയുന്ന പരമാർത്ഥത്തിന് മറുപടി കിട്ടിയില്ലെങ്കിലും ദൈവം നമുക്ക് നന്മ ചെയ്യില്ലേ? നമുക്കൊന്ന് പലക്കാലം പാടി നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. യെസ്, ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതുന്നവൻ,
യെസ്. ഹിസ്കിയാവിന് അരിക്കാത്ത മതി. രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്നവനോട്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല. ഇനി യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അടുത്തത്, അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും യാഗാഗ്രഹത്തോടും തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായത് ചെയ്തു എന്ന് ഓർക്കണമേ. മതി. ഒരുപാട് സുപരിചിതമായ ഒരു ഭാഗമാണ് നമ്മൾ വായിക്കാനായിട്ട്. എനിക്കതിനകത്ത് ഇസ്ലാമിന്റെ പ്രാർത്ഥനയിൽ ഞാൻ പറഞ്ഞ രണ്ട് കാര്യം. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും യാഗാഗ്ര ഹൃദയത്തോടും തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായത് ചെയ്തു എന്ന് സഹോദരങ്ങളെ, എല്ലാവരും ചെയ്യുന്ന കാര്യം നമ്മൾ ചെയ്ത ദൈവത്തിന് അത്ര പ്രസാദം തോന്നുന്നു. പലരും ചെയ്യാത്ത കാര്യം എന്തുകൊണ്ട് ചെയ്യുന്നില്ല? പേടിച്ചിട്ടോ അതിനുള്ള റിസ്ക് എടുക്കാനുള്ള മനസ്സിലായ്മയോ ഒക്കെ കൊണ്ട് ചെയ്യാതിരിക്കുന്ന കാര്യം നമ്മൾ തിരുനാമത്തിന്റെ മഹത്വത്തിനായി ചെയ്യാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവത്തിന്റെ വലിയ പ്രസാദം നമ്മുടെ പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം കൊല്ലത്തിലേക്ക് പ്രസംഗിച്ചപ്പോൾ ശലോമോൻ രാജാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ശലോമോൻ അവൻ ചോദിച്ചത് യഹോവയ്ക്ക് പ്രസാദമായി. അവൻ ചോദിച്ചത് യഹോവയ്ക്ക് പ്രസാദമായി. നിങ്ങൾ നോക്കിക്കേ, ശലോമോൻ ദാവീദിന് പകരം രാജാവായി. രാജാവായതിനു ശേഷം ഗിബയയിൽ വെച്ച് ഒരു ഭയങ്കര യാഗം നടത്തി. യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. യാഗാനന്തരം ശലോമോൻ കിടന്നുറങ്ങുമ്പോൾ ദൈവം സ്വപ്നത്തിൽ ശലോമോൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ശലോമോൻ ചോദിക്കുകയാണ്, നിനക്ക് എന്ത് വരമാണ് നിനക്ക് വേണ്ടത്? ചോദിച്ചോ, ഞാൻ നിനക്ക് തരാമോ? സഹോദരങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച്, നമ്മളോടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നെങ്കിൽ നമ്മൾ തിരിച്ചു പറയുന്ന മറുപടി എന്താണ്? കർത്താവേ, എനിക്ക് വീട് തരണേ, എനിക്ക് വണ്ടി തരണേ, എനിക്ക് കുറച്ച് സ്ഥലം തരണേ, കുറച്ച് കാശ് എനിക്ക് തരണേ. നിങ്ങൾ നോക്കിക്കേ, എന്തൊക്കെയോ നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ ദൈവത്തോട് നമ്മൾ ചോദിക്കും. പക്ഷേ ശലോമോൻ ദൈവത്തോട് പറഞ്ഞത് അറിയാമോ? ഈ വലിയ കൂട്ടത്തെ ജനത്തെ മുൻപോട്ട് നയിക്കാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല. ഒന്ന്, ഞാനൊരു ബാലനാണ്, എനിക്ക് കഴിവില്ല. ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഈ ജനത്തെ മുൻപോട്ട് നയിക്കാനുള്ള വിവേകം എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവത്തിനത് ഭയങ്കര പ്രസാദമായി. അവന് വിവേകം മാത്രമല്ല,
അവൻ ചോദിക്കാത്ത നന്മകളുടെ അനുഗ്രഹങ്ങളുടെ കലവറ സ്വർഗം അവന് വേണ്ടി തുറന്നു വന്നതുകൊണ്ട് ഇടയാണ്. നിങ്ങൾ നോക്കിയിട്ട് ഹിസ്കിയാവ് ദൈവസന്നിധിയിൽ തന്റെ കൊട്ടാരത്തിൽ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ താൻ കാണുന്നു കൊട്ടാരത്തിന്റെ മെയിൻ ഗേറ്റ് തുറന്ന് പലരും പണിയ നിൽപ്പുണ്ടെങ്കിലും ആരെയും പൂശാതെ ഒരു മനുഷ്യൻ തന്നെ ലക്ഷ്യമാക്കി ഓടി വരികയാണ്. അതൊക്കെ കൈമുക്കി നോക്കി ആരാ? അയ്യോ, അത് യെശയ്യാപ്രവാചകനാണല്ലോ. അദ്ദേഹത്തിന് മനസ്സിലായി എന്നോട് എന്തോ അദ്ദേഹത്തിന് പറയാനുണ്ട്. കാരണം യെശയ്യാവ് കാര്യമുള്ള കാര്യമേ പറയത്തുള്ളൂ, ചപ്പുചവർന്നൊന്നും പറയത്തില്ല. ഇത് മനസ്സിലാക്കിയ ഹിസ്കിയാവ് യെശയ്യാവിനെ നോക്കിയിരിക്കുമ്പോൾ അവൻ വന്ന് ഹിസ്കിയാവിന്റെ മുഖത്ത് നോക്കി ഹിസ്കിയാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കിക്കൊള്ളുക, നീ മരിച്ചു പോകും, നീ ജീവിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാമോ, ജീവിക്കത്തില്ല എന്ന് ഒരു ദൂത് യെശയ്യാവ് പറഞ്ഞ അത് ഹിസ്കിയാവിന് പറയോ? ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് പറഞ്ഞു വെച്ച് ഇതവിടെ നോട്ടം കറങ്ങിയില്ല. ഇതിനവിടെ കറങ്ങുന്നത് ഹലോ അവന്റെ വീട്ടിൽ നോട്ടം കറങ്ങുന്നത് അവന്റെ ചില്ലറല്ലോ കിട്ടുന്നവർക്ക് കൂടി അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. പറഞ്ഞ് പുറകോട്ട് തീർത്ത് ഒറ്റ പോക്കി തീർന്നു. ഈ സമയത്ത് അവിടെ നടന്നൊരു സംഭവമാണ്. ഹിസ്കിയാവ് തന്റെ മുഖം ചുമരിന്റെ നേരെ തിരിച്ചിട്ട് ഒരൊറ്റ പ്രാർത്ഥന, അയ്യോ എന്ന് പറഞ്ഞാൽ അയ്യോ എന്ന് അദ്ദേഹം വിളിക്കുമ്പോൾ ആ വിഷയത്തിന്റെ ഗൗരവം വെളിപ്പെടുത്തുന്നു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രഹത്തോടും തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ഞാൻ ചെയ്തു എന്ന് ഓർക്കണമേ. അല്ല, ഇത്ര ദൈവത്തിന് ഹിസ്കിയാവിനോട് പ്രസാദം തോന്നാൻ ഹിസ്കിയാവ് എന്താ ചെയ്തത്? ഹിസ്കിയാവ് എന്താ ചെയ്തത്? 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 3-ാമത്തെ വാക്യം. 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 3-ാമത്തെ വാക്യം. ദാവീദ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. എന്തിനായിരുന്നു? ഒന്ന്, അവൻ പൂജാഗിരികളെ എന്താ ഈ പൂജാഗിരി? ദൈവമക്കളെ, ദൈവം ഇസ്രായേലിന് കൊടുക്കാമെന്ന് വാക്കു പറയുന്ന ഗ്രന്ഥമുണ്ടല്ലോ. ഇത് ജാതികളുടെ കയ്യിൽ കിടക്കുന്ന ദേശമാണ്. ഈ ദേശം ആ ദേശം ഒരുപാട് പൂജാഗിരികളുണ്ട്. ഇത്രയും പൂജാഗിരി പറയുന്നത് ഉയർന്ന സ്ഥാനമെന്ന് അർത്ഥമാണ്. ഉയർന്ന സ്ഥാനം. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ കനാൻനാട്ടിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ഇസ്രായേൽ മക്കൾ അവരുടെ യാത്രയുടെ മധ്യത്തിൽ മോശ മുഖാന്തരം ദൈവം അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ശ്രദ്ധിച്ചു. ഓക്കെ, നിങ്ങൾ കനാൻനാട്ടിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവരുടെ ഈ ഉയർന്ന സ്ഥലങ്ങളിലുള്ള ആരാധന വസ്തുക്കളെ എല്ലാം നിങ്ങൾ ഇടിച്ചു കളയും. ആരാധന വസ്തുക്കളെ എല്ലാം നിങ്ങൾ ഇടിച്ചു കളയും. നിങ്ങൾ നോക്കിക്കേ, ഹിസ്കിയാവ് മരണത്തിൽ വന്നതിന് ശേഷം അവൻ ആദ്യം ചെയ്തത് അവന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെയൊക്കെയും അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അവൻ അത് ചെയ്ത പ്രവൃത്തിയെന്ന അവൻ
പൂജാഗിരികളെ ഇടിച്ചു. എന്റെ ഒരു ചോദ്യമാണ്. അടുത്തത് പൂജാഗിരികളെ ഇടിച്ചു. അടുത്തത് 18:3 വാക്യം. 2:18 അവൻ പൂജാഗിരികളെ നീക്കി വിഗ്രഹസ്തംഭങ്ങളെ തകർത്തു, അശേര പ്രതിഷ്ഠയെ അല്ല. ഞാൻ ചോദിച്ചോട്ടെ, ഇദ്ദേഹത്തിന് മുൻപ് എത്ര നല്ല രാജാക്കന്മാർ ഇസ്രായേൽ ഭരിച്ചിട്ടുണ്ടായിരുന്നു? ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവാണ്. രണ്ടാമത്തെ രാജാവ് ശൗൽ നീക്കിപ്പോയി. രണ്ടാമത്തെ രാജാവാണ് ദാവീദ്. നിങ്ങൾ നോക്കിയിട്ട് ഈ 18:3 വാക്യം തുടങ്ങുന്നത് തന്നെ അവന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ ഒക്കെയും യഹോവയ്ക്ക്. അപ്പം ഈ ദാവീദ് ഭരിച്ചപ്പോൾ ദാവീദിന്റെ കാലഘട്ടങ്ങളിൽ എന്തുകൊണ്ട് അദ്ദേഹം ഈ പൂജാഗിരികളെ നീക്കാതിരുന്നത്? എന്തുകൊണ്ട് ഈ അശേര പ്രതിഷ്ഠകളെ തകർക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് വിഗ്രഹ സ്തംഭങ്ങളെ നീക്കിക്കളയാതിരുന്നത്? ഞാനൊരു കാര്യത്തിനോട് പറയാം. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ ചില കാര്യങ്ങളെ തൊട്ട് കാണിച്ചാലുണ്ടല്ലോ വിമതമാണ്. നമുക്കൊരു ഒരു രീതിയുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് 2 പാട്ട് പാടി 2 പേര് പ്രാർത്ഥിച്ചു, ഒരു സങ്കീർത്തനം വായിച്ചില്ല എന്ന് ആരാധന കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്നാൽ നമുക്കൊരു സമാധാനം. ഇപ്പൊ പത്രം ഞാനൊന്ന് ആ രീതി ഒന്ന് മാറ്റുക. സങ്കീർത്തനം വായിക്കുന്നില്ല, ലേഖനഭാഗം വായിക്കുന്നത്. ഒന്നുമില്ല, അടുത്തേക്ക് ചെവിയിലെങ്കിലും എന്നെ കാണിക്കുന്നത്. കാരണം നമുക്കൊരു രീതിയുണ്ട്. ആ രീതി മാറിയാൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അതിനേക്കാളൊക്കെ എത്രയോ വലുതാണെന്ന് അറിയാമോ? കനാൻ ദേശത്ത് ഇസ്രായേൽ മക്കൾ പാർക്കുന്ന ദേശത്തില് ഇവരുടെ പൂജാഗിരിയും ഇവരുടെ അശേര പ്രതിഷ്ഠയും ഇവരുടെ വിഗ്രഹസ്തംഭങ്ങളും ഒക്കെ പറയുന്നത് എത്ര വലുതാണെന്ന് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ കയറി ചുമ്മാതെ കയറി തൊട്ടാൽ ജനങ്ങൾക്ക് തട്ടും. ഇതാർക്കറിയാം? ദാവീദിനറിയാം. ഇതാർക്കറിയാം? ഹിസ്കിയാവിന് മുൻപുണ്ടായിരുന്ന പല ഭരണകർത്താക്കന്മാർക്കും അറിയാം. നിങ്ങൾ നോക്കിക്ക്, ഈ മനുഷ്യരുടെ സുപ്രഭാതത്തിൽ നമുക്ക് ചെയ്യാമേ അവരുടെ അശേര പ്രതിഷ്ഠകളിൽ വിഗ്രഹാരാധനകളിൽ അതിന്റെ സ്വന്തം ആരാധന സ്ഥലങ്ങളെയെല്ലാം ഇടിച്ചു കളഞ്ഞു. നിലനിൽപ്പിന് വേണ്ടിയാ ഞാൻ ഈ ശക്തികളെ കൂട്ടുപിടിക്കുക. അത് കേന്ദ്രത്തിലാണെങ്കിലും ഏത് സംസ്ഥാനത്താണെങ്കിലും പ്രയോറിറ്റി കൂടുതലുള്ള ആളുകളെ അവരുടെ ഇഷ്ടമനുസരിച്ച് അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. നിങ്ങൾ നോക്കിക്ക്, ഹിസ്കിയാവ് തന്റെ ദൈവമായ യഹോവയ്ക്ക് അവന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെയൊക്കെയും ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തു. 3 കാര്യങ്ങൾ. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഞാൻ ഹൃദയത്തോടും തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായിരുന്നത് ചെയ്തു എന്ന് ഓർക്കണമെന്ന് പറഞ്ഞപ്പോൾ ജനത്തിന് പ്രസാദമില്ലെങ്കിലും ദൈവത്തിന് പ്രസാദിപ്പിച്ചുകൊണ്ട് അവരുടെ വിഗ്രഹസ്തംഭങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും അവരുടെ വിഗ്രഹങ്ങളെയും അതിനെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കുവാനിടയായി. 18-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. 2:18 ഒരു വാക്യം വായിച്ച്, അവൻ പൂജാഗിരികളെ നീക്കി വിഗ്രഹസ്തംഭങ്ങളെ തകർത്തു, അശേര പ്രതിഷ്ഠയെ വെട്ടിമുറിച്ചു. ഒന്ന് ശ്രദ്ധിച്ചാല്, മോശയുണ്ടാക്കിയ സാമ്രാജ്യത്തെ അടുത്ത വാക്യം വായിച്ചു.
അന്ന് മുതൽ അവരുടെ രാഷ്ട്രപിതാവായ മോശ മരുഭൂമിയിൽ ചിത്രസർപ്പത്തെ ഉയർത്തി അന്ന് മുതൽ ഈ സാധാനത്തെ കൊണ്ട് വെച്ചിട്ട് ഇതിന്റെ മുന്നിൽ ധൂപം കാട്ടിക്കൊണ്ടിരിക്കുക. ഇവരുടെ ആരാധന വസ്തുവായിരുന്നു. ആരെങ്കിലും ഈ ആരാധനക്കെതിരെ, ഈ ആരാധന വസ്തുവിനെതിരെ ഒരു വാക്കുച്ചരിച്ചവരുടെ നാം അവർ വീണ്ടെടുക്കും. നിങ്ങൾ നോക്കിയിട്ട് ഉള്ളിൽ ഭയം കാണും ക്രിസ്ത്യാവിന്. പക്ഷെ ആരെയും വകവെച്ചില്ല. കുഞ്ഞുങ്ങളുടെ വാക്യം പറഞ്ഞു, അനുഗ്രഹീതമായ മിസ്രയീം ദേശത്ത് നിന്നെ കൊണ്ടുവന്ന് നിന്റെ ദൈവമായ യഹോവ ഞാനാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. വാചനത്തിൽ ക്രിയ ചെയ്തപ്പോൾ ഭക്തനായ ഹിസ്കിയാ രാജാവ് ചെന്നിട്ട് നെബൂഖദ്നേസർ എന്ന് പറയുന്ന ഈ സാധനത്തെ പിടിച്ച്, ഈ വിഗ്രഹത്തെ പിടിച്ച്, ഈ സർപ്പത്തെ ഓടിച്ചു കളയുവാനിടയായി. എനിക്ക് തോന്നുന്നത് ഇതോടൊപ്പം കണ്ടപ്പോ അമ്പരാകർത്താവ് തന്റെ സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റ് നിന്നു. കാരണം അവരുടെ ആൺകുട്ടിയാണ്. എത്ര പേർക്ക് മനസ്സിലാക്കുന്നു? ഇതാ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത്. എല്ലാവരും ചെയ്യുന്ന കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ദൈവത്തിന് പ്രസാദമൊന്നുമില്ല. ആരും ചെയ്യാൻ പേടിക്കുന്ന, മടിക്കുന്ന, ചെയ്യാത്ത കാര്യം കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പലക്കാലം ദൈവം നമ്മൾ പ്രസാദിക്കുമെന്നൊക്കെ നമ്മൾ ഇടയായി. അർത്ഥങ്ങൾ എന്നറിയാമോ? ഇവർക്കൊക്കെ ഒരു വലിയ സന്തോഷമാണ്. ഏത് സ്തോത്രം? ഈ അശൈലപുഷ്പയും ഈ സ്തോത്രം വിഗ്രഹസ്തംഭമൊക്കെ അറിയാമോ? സ്തോത്രം അവിടെ കാലം ഇടിച്ചു കയറുക. ആ കാരണമുണ്ട്. സ്തോത്രം അവിടെ നടക്കുന്നത് മുഴുവൻ ലഭിച്ചാൽ ചരിത്രം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. സ്തോത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില സ്ഥലങ്ങളിലൊക്കെ ആളുകൾ ഇടിച്ചു കയറുക. എന്നാ ആരാധനയൊന്നുമല്ല, ആരാധനിക്കുന്നില്ല. മറ്റു പല ഉദ്ദേശങ്ങളാണ്. ചെറുപ്പക്കാരങ്ങൾ ഇടിച്ചു കയറുക, അതോട് ഭയങ്കര കൂട്ടമാണ്. എന്തിനാണെന്ന് അറിയാമോ? ഇതിനകത്ത് സ്തോത്രം അഴിമതി ജീവിതം നടക്കുക. അവരുടെ സ്തോത്രം ഇതെല്ലാം കൂടി കണ്ടും മടുത്ത് ഹിസ്കിയാവിന് അദ്ദേഹം പറഞ്ഞു, എസ്തർ പറഞ്ഞതുപോലെ ഞാൻ മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെന്ന് തീരുമാനിച്ചു. ഇവമാരെന്നെ കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം നേരെ പോയി ഈ മോശയുണ്ടാക്കിയ അവരുടെ സ്തോത്രം രാഷ്ട്രപിതാവായ മോശ മാറ്റിവെച്ച വിഗ്രഹ സ്തോത്രം ഈ സ്തോത്രം ആത്മസർപ്പത്തെ ഇടിച്ച് പൊടിയാക്കി വന്നു. അപ്പം അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും യാഗാഗ്ര ഹൃദയത്തോടും തിരുമുമ്പിൽ നടന്ന് എനിക്ക് ഞാൻ പ്രസാദമായത് ചെയ്തെന്ന് ഓർക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ചെയ്ത ഈ കാര്യമെല്ലാം ദൈവത്തിന് പ്രസാദമായി. ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കണം. ദൈവമക്കളെ, ഇന്ന് പകൽ ഇടിക്കുന്നത് ദൈവത്തിന് പ്രസാദമാണ്. ചിലത് പൊളിക്കുന്നത് ദൈവത്തിന് പ്രസാദമാണ്. ചിലതിനെ തകർക്കുന്നത് ദൈവത്തിന്റെ പ്രസാദമാണ്. ഓ പത്രം അത് പൊടിയണമെങ്കിൽ ഇടിയണമെങ്കിൽ ഇന്ന് പകൽക്കാലം നീ ഇടിക്കണ്ട. കർത്താവിക്കാൻ നമ്മുടെ മീറ്റിംഗിന്റെ അവസാന ദിവസം കൂടിയാണ്. വായിച്ച് അവസാനിപ്പിച്ചോട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായം 1-2 വാക്യങ്ങൾ. യെശയ്യാവ് 64-1-2 വാക്യങ്ങൾ. അവിടെ വായിക്കുക, അയ്യോ ജാതികൾ തിരുമുമ്പിൽ മറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ നിന്റെ വഴികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുൻപിൽ ഉരുകി പകത്തക്കവണ്ണം ആകാശത്തയച്ച് ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞങ്ങളോട് പറയട്ടെ, മലകൾ തകരണമെങ്കിൽ ചില തകർന്നാൽ ദൈവത്തിന് പ്രസാദമുണ്ടാകും. ഉയർന്നിരിക്കുന്ന ചില മല ശരിവാരന്റെ മുന്നിൽ നിൽക്കുന്ന മലയാളെ നമ്മൾ പറയട്ടെ, ആകാശത്തോട് കുട്ടിയുദ്ധം ചെയ്യുന്നവരെ പോലെ മലയ്ക്ക് ഇടിക്കാനല്ല പറഞ്ഞത്.
നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജടികങ്ങളല്ല, കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തി ഉള്ളതാണ്. ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകലിൽ നിന്നോടുള്ള വാഗ്ദത്തം പുറത്തു വരുന്ന തടസ്സമായി നിന്നെ മതിയെന്ന് അറിയിക്കുന്ന, നിന്നെ കരയിക്കുന്ന ചില മണ്ഡലങ്ങൾ ഇന്ന് പകൽ ചില മരങ്ങളെ പിടിക്കാൻ പോവുകയാണ്. ഇനിയല്ലേ പല ദിവസങ്ങളെ മാറ്റാൻ പോവുകയാണ്. സമയം മുൻപോട്ട് പോയതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തന്ന ചിന്തയുടെ ഒരു ഭാഗത്തേക്ക് മാത്രം വന്ന് ഞാൻ അവസാനിപ്പിക്കട്ടെ. മലകൾ തിരുമുമ്പിൽ ഉരുകി പോകത്തക്കവണ്ണം. മല ഉരുകുന്നത് കണ്ടിട്ടുണ്ടോ? ഉരുകും. കൃപ 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 എന്ന ആർപ്പോട് കൂടി ധ്യാനിക്കലിനായിരുന്നു കണ്ണുകളെല്ലാവരും ദിവസം കണ്ണുകളെല്ലാവരും ദൈവസന്നിധിയിലാണ്. ഇന്ന് പലക്കാലം തിരുവേശം നമ്മൾ നൽകിയിട്ടുണ്ടല്ലോ. ദൈവമക്കളെ, നമ്മളാരും ഇടിച്ചു കളയേണ്ടത് നമ്മളാരും ഇടിക്കേണ്ടത് ആരെയും ഇടിക്കേണ്ടത് നമ്മളെ മുൻപോട്ട് വിടാമെന്ന് വെല്ലുവിളിച്ച് നിർത്തുന്ന ചില സങ്കല്പങ്ങളും ചില വിധാനങ്ങളും നമ്മുടെ മനസ്സിലെ ചിന്തകളായിട്ട് പലക്കാലം ഇടിക്കേണ്ടത്. അതിടിഞ്ഞാൽ കർത്താവ് മതക്കാരൻ ഇറങ്ങി വരും. കർത്താവ് ഇറങ്ങി വന്നാൽ തകരുന്ന ചില മണ്ഡലങ്ങളിൽ മതക്കാരൻ തകരും. ചില ആത്മീയ മണ്ഡലങ്ങൾ, കാണാത്ത മണ്ഡലങ്ങൾ തകർന്നാൽ കാണുന്ന മണ്ഡലങ്ങൾ കാണും. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ, നമ്മുടെ ആരാധനയുടെ അവസാന നിമിഷത്തിൽ നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം. ഇന്ന് പല കർത്തവ്യത്തിന്റെ വേഷം നമ്മുടെ നടുവിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വേഷയുടെ നിഗ്രഹമായിട്ട് അതെല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒന്നു വരുകയല്ല. അതിന്റെ 11-ാം അധ്യായം 23 മുതൽ 32 വരെയുള്ള വാക്യം നിമിഷം ഉയർത്തി വായിക്കും. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തതെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നോക്കി, നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും എന്ന് പറഞ്ഞു. അവിടെ തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുമ്പോഴും അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു. അനേകരും നിദ്ര കൊടുക്കുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടു കൂടെ ശിക്ഷാവിധി അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ഈ അപ്പം ഇതിലേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി മരിക്കാനായി ഭൂമിയിലേക്ക് വന്നപ്പോൾ